പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 26 വർഷക്കാലമായി നടത്തിവരുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ 27ാമത്തെ വർഷം ഇത്തവണ നടത്തുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ ഇടത്തരക്കാരായ കുട്ടികൾ എന്ന് വേണ്ട ഈ വലഞ്ചോഴി കല്ലറക്കടവ് പ്രദേശത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും, അതിൽ APL എന്നോ BPL എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പഠനോപകരണങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 26 വർഷക്കാലമായി ഞാൻ ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം ഈ വർഷം തുടരുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം നല്ലതുപോലെ പഠിക്കുവാൻ ഒരു അവസരം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യുവാൻ കഴിഞ്ഞതിൽ ദൈവം തമ്പുരാനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്, ഈശ്വരനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. വരും കാലങ്ങളിൽ ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമസ്കാരം. സാധുക്കളെയും ആശ്രയമില്ലാത്തവരെ സഹായിക്കുന്നതാണ് ജീവിതത്തിലെ മഹത്തായ കർമ്മമെന്ന് പത്തനംതിട്ട ജുമാ മസ്ജിദ് മുഖ്യ ഇമാം അബ്ദുൽ ഷുക്കൂർ മൗലവി അൽ ഖാസിമി പറഞ്ഞു. കഴിഞ്ഞ 26 വർഷമായി DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ നടത്തിവരുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിൽ മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിതെന്നും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാണെന്നും സുരേഷ് കുമാർ തുടർച്ചയായി നടത്തിവരുന്ന വിദ്യാഭ്യാസ സഹായ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃകയാണെന്നും ഇമാം പറഞ്ഞു. ഏത് പ്രവർത്തനങ്ങളിലും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ എന്ന് വേണ്ട എവിടെയും ഈ മുഖത്തെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു ഹൃദയബന്ധം കൂടിയുണ്ട് ഞങ്ങൾ തമ്മിൽ. എല്ലാ വിശുദ്ധമായ റമദാനിലും റമദാൻ ആശംസകൾ നേരുന്നതിനും അതുപോലെ തന്നെ പെരുന്നാൾ ആശംസകൾ കൈമാറുന്നതിനും എന്റെ റൂമിലേക്ക് സമയം കണ്ടെത്തി തിരക്കിനിടയിലും വരാറുണ്ട്. അത്രമേൽ ജനങ്ങളുമായി, ജനങ്ങളുടെ ജീവൻ പ്രശ്നവുമായി ഇത്രമേൽ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വളരെ ലളിതമാണ്. നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ഗീത സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സിന്ധു അനിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ജോസ്കോ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സജു ടി ജോസഫ് സഹായ വിതരണവും നടത്തി. ഷീന രാജേഷ്, രഘുരാജൻ നായർ, ഹനീഫ ഇടത്തുണ്ടിൽ, ഷീജ യൂസഫ്, ഹസീന റസാഖ്, രാജി സതി, അജീന ഷിഹാബ്, രമ്യ മങ്കോട്ട്, ലിഷ സുനിൽ, രജനി വിശ്വരാജ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളിത് എവിടെയായിരുന്നു? ഞാനങ്ങ് ഭയന്ന് പോയി. അരിയും സാധനങ്ങളും വാങ്ങാൻ പട്ടണത്തിൽ ഒരുപാട് ചുറ്റിയതുകൊണ്ടല്ലേ താമസിച്ചേ? അറിഞ്ഞില്ലേ? അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.